ഇനി 4 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. 13 പേരിൽ 9 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എത്തുന്ന ഒരു വിവരം, തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ച ഒരാളെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മലപ്പുറം എടപ്പാൾ സ്വദേശിയായ മണികണ്ഠന്റെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സോണൽ കൃഷ്ണയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സോണൽ, ഒരാളുടെ കൂടി മൃതദേഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മണികണ്ഠനെയാണ് തിരിച്ചറിഞ്ഞത്. ബന്ധുക്കൾക്ക് വിട്ടു നൽകിയോ മണികണ്ഠന്റെ മൃതദേഹം? സോണൽ കൃഷ്ണയാണ്. ഇപ്പോൾ മലപ്പുറം സ്വദേശിയായ മണികണ്ഠന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു ബോഡി കൂടി ഇപ്പോൾ തിരിച്ചറിയുന്നു. 2 ശരീരഭാഗങ്ങൾ കൂടി അല്പസമയം മുമ്പ് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ മണികണ്ഠന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി അത് ആംബുലൻസിൽ കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് കാണുന്നത്. സോണൽ കൃഷ്ണയുണ്ട് തത്സമയം. സോണൽ കൃഷ്ണ, ഇപ്പോൾ തിരിച്ചറിഞ്ഞ മണികണ്ഠന്റെ മൃതദേഹം കൂടി കൂട്ടിയാണോ 9 പേരിൽ 7 പേരെന്ന് പറയുന്നത്? ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ തന്നെ രൂപമാറ്റം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. സോണലുണ്ട്. സോണൽ, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മണികണ്ഠന്റെ മൃതദേഹമാണ്. 9ൽ 7 പേരാണോ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്, മണികണ്ഠൻ്റേതടക്കം? അരുൺകുമാർ, നിലവിൽ തിരിച്ചറിഞ്ഞ് ഭൗതികദേഹങ്ങൾ വിട്ടു നൽകിയിട്ടുള്ളത് 5 പേരുടേതാണ്. ഇന്നലെ 3 പേരുടേത്, ഇന്ന് 2 പേരുടേത്. ഇന്നത്തെ രണ്ടാമത്തെ ഭൗതികദേഹം നൽകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. 2 മണികണ്ഠന്മാരാണ്. ഒന്ന് കോട്ടപ്പുറം സ്വദേശി മണികണ്ഠൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുള്ളത്. അല്പസമയം മുമ്പ് കൊണ്ടുപോയത് എടപ്പാൾ സ്വദേശിയായിട്ടുള്ള മണികണ്ഠൻ്റേതാണ്. അങ്ങനെ 2 പേരുടെയും മൃതദേഹമാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിട്ടു നൽകിയിട്ടുള്ളത്. ആകെ 5 മൃതദേഹങ്ങൾ ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ 2 ഭൗതികദേഹങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ DNA ടെസ്റ്റുകളൊക്കെ അനിവാര്യമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇരു കൂട്ടരുടെയും ബന്ധുക്കളെ ഇവിടെ വിളിച്ചു വരുത്തി DNA സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിലൊന്ന് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭൗതികദേഹമാണ്. അദ്ദേഹം വിഷ്ണുവിൻ്റേതാണെന്നും പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത് 6 മൃതദേഹങ്ങളാണ് എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള വിവരം. എന്തായാലും ഇപ്പോഴും തിരിച്ചറിയൽ പരേഡുകൾ ഉൾപ്പെടെ ആ മോർച്ചറിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പലരുടെയും DNA സാമ്പിളുകൾ ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പൂർണ്ണ സജ്ജമാണ്. ഇന്ന് അല്പ സമയം താമസിച്ചാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികളും DNA ശേഖരണം ഉൾപ്പെടെ തുടങ്ങിയതെന്നൊരു ആക്ഷേപം ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് അത് കൃത്യമായി പരിഹരിക്കപ്പെട്ടു. എന്തായാലും മന്ത്രി ഉൾപ്പെടെ അക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് അത് പരിഹരിച്ച് ഏറ്റവും സുഖകരമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുള്ളത്. എന്തായാലും മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ ഇങ്ങനെ ഇവിടേക്ക് എത്തുന്നുണ്ട്. പലരും DNA സാമ്പിളുകൾ നൽകുന്നുണ്ട്. ഇതിനോട് മാച്ചായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭൗതികദേഹങ്ങൾ വിട്ടു നൽകുന്ന നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ നിമിഷം നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഓക്കേ.